കഷ്ടം. ഇങ്ങനെയുണ്ടോ ആളുകള്? ആ കുട്ടി മനസ്സ് മാറി നന്നായി എന്നൊക്കെയാ ഞാൻ കരുതിയ. എവിടെ? ഒന്നും മാറിയിട്ടില്ല, മാറുകയില്ല. ആ കുട്ടിയുടെ കാര്യത്തിൽ ഇടപെടരുതെന്ന് ഞാൻ എത്ര തവണ നിങ്ങളോട് പറഞ്ഞതാ. അന്നതാരും കേട്ടില്ല. ഇപ്പൊ എങ്ങനെയുണ്ട്? സഹായിക്കാൻ ചെന്ന നിങ്ങൾ കുറ്റക്കാരായില്ലേ? അവള് അവളുടെ സങ്കടം കൊണ്ട് പറയുന്നതല്ലേ. മിണ്ടിപ്പോരുത് നീ. അവള് ന്യായീകരിക്കാൻ വന്നിരിക്കും. അവനവന്റെ കാര്യം നോക്കി സ്വസ്ഥമായി ജീവിക്കേണ്ടതിന് പകരം രക്ഷപ്പെടുത്താൻ പോയിരിക്കുന്നു. നിങ്ങളൊക്കെ എത്ര ശ്രമിച്ചാലും അവൾ ഇനി രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇനിയെങ്കിലും അത് മനസ്സിലാക്കിയാ നിങ്ങൾക്ക് കൊള്ളാം. അല്ലെങ്കിൽ ഇപ്പൊ കേട്ടതുപോലെ ഇനിയും കേൾക്കേണ്ടി വരും. അവൾക്ക് വേറെ ആരും ഇല്ലല്ലോ സർ, ഞാനല്ലാതെ. ശരിയാണ് നിരഞ്ജൻ, അവൾക്ക് നിങ്ങളല്ലാതെ വേറെ ആരുമില്ല. നിങ്ങൾ തന്നെ വേണം അവളെ സഹായിക്കാനും. പക്ഷെ അവൾക്ക് അവളുടെ ജീവിതത്തോട് ചില ഉത്തരവാദിത്തങ്ങളില്ലേ? എപ്പോഴെങ്കിലും അവൾ നിങ്ങളെ അനുസരിച്ചിട്ടുണ്ടോ? നിരഞ്ജൻ, നമ്മൾ പറഞ്ഞ അനുസരിക്കാത്ത ഒരാളെ പിന്നെ എന്തിനാ നമ്മൾ പിന്നെ സഹായിക്കാൻ പോകുന്നത്? അർഹതയുള്ളവരെ സഹായിക്കാവൂ, അല്ലാത്തവരെ സഹായിച്ചാൽ ഇതുപോലെ പെടും. ഞാൻ ഒരിക്കൽ പെട്ടിട്ടുണ്ട്. എന്റെ സ്വന്തം ജീവിതാനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാനിതൊക്കെ നിങ്ങളോട് പറയുന്നത്. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എനിക്കറിയില്ല. പല തവണയായി പൊന്നുമണിയെ ഓരോ കാര്യത്തിനും സഹായിച്ചതിന് നിങ്ങൾക്ക് അപ്പോഴപ്പോൾ ശിക്ഷകളും കിട്ടുന്നുണ്ട്. ക്ലിനിക്കിൽ അവൾ മയക്കുമരുന്ന് കൊണ്ടുവന്ന് വെച്ചതൊക്കെ ഒരുപക്ഷെ നിങ്ങൾ മറന്നു കാണും. പക്ഷെ ഞാനതൊന്നും മറക്കില്ല. അതുകൊണ്ട് മേലാൽ അവളെ സഹായിക്കാൻ നിൽക്കണ്ട. ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരും. അവൾ അവളുടെ പാട് നോക്കി പോവുകയും ചെയ്യും. ഏട്ടൻ പറഞ്ഞതിൽ കാര്യമില്ലാതില്ല. അതുകൊണ്ട് പൊന്നുമണിയെ തൽക്കാലം മാറ്റി നിർത്തുന്നതാ നല്ലത്. നമ്മളെ സഹായിക്കാൻ ചെല്ലുമ്പോ അവള് നമ്മുടെ കൂടെ നിൽക്കണ്ടേ? അതിന് തയ്യാറാവാത്ത അവളെ നമ്മൾ എന്തിനാ സഹായിക്കുന്നത്? ആലോചിക്കാം. അവൾക്ക് ആരുമില്ലല്ലോ എന്നുള്ള സങ്കടം അദ്ദേഹത്തിന്. അത് ആർക്കായാലും ഉണ്ടാവും. എങ്ങനെയെങ്കിലും അവളുടെ കല്യാണം ഒന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നു. എങ്കിലേ എനിക്കും സമാധാനം കിട്ടും. പൊന്നുമണി, എന്താ? എനിക്ക് പൊന്നുമണിയോടൊന്ന് സംസാരിക്കണം. ഇന്നലെ നിങ്ങൾ ജയിലിൽ നിന്ന് ഇറങ്ങിയ വിവരം ഞാൻ അറിഞ്ഞിരുന്നു. അപ്പോഴേ വിചാരിച്ചതാ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച ഉണ്ടാവുന്നു. എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല, കേൾക്കാനും. ടൗണിൽ വെച്ച് ഞാൻ ശരവണനെ കണ്ടിരുന്നു. അതിന്? അവനെ സൂക്ഷിക്കണം. അവന്റെ മനസ്സിൽ ഇപ്പോഴും പൊന്നുമണിയുണ്ട്. അവ ഇനിയും ചതിക്കാൻ നോക്കും. അതിൽ വീഴരുത്. പരുന്തേ, ശരവണനല്ല സത്യത്തില് മറ്റുള്ളവരെന്നെ ചതിച്ചുകൊണ്ടിരിക്കുന്നത്. നഷ്ടം സംഭവിച്ചത് ആർക്കാ? എനിക്കല്ലേ? അത് ആരുടെ കുറ്റം കൊണ്ടാ? പൊന്നുമണിയുടെ മാത്രം കുറ്റമല്ലേ? നിങ്ങൾക്കൊക്കെ അങ്ങനെ പറയാം. എന്റെ അവസ്ഥയിൽ വരണം, അപ്പോഴേ ഞാൻ അനുഭവിക്കുന്ന പ്രയാസം മനസ്സിലാവും. ശരവണൻ എന്നോട് ചില വിവരങ്ങൾ പറഞ്ഞു. അത് സത്യമാണെന്ന് എനിക്ക് തോന്നി. അവനെ ഒരിക്കലും വിശ്വസിക്കരുത്. ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. അതിന് നിങ്ങളുടെ ഒന്നും ഉപദേശം എനിക്ക് ആവശ്യമില്ല. പിന്നെ നിങ്ങൾ അകത്തു പോയത് അത് വേണ്ടായിരുന്നു എന്നേ ഞാൻ പറയും. മാഷേട്ടനെ രക്ഷിക്കാനാ പരുന്തത് ചെയ്തതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് മാഷേട്ടന് മാത്രമേ ഗുണമുള്ളൂ, പരുന്തിനില്ല. ഞാൻ ഗുണവും ദോഷവും നോക്കിയല്ല ഓരോന്ന് ചെയ്യുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യുമ്പോൾ നമ്മൾ കരുതുന്നത് എന്തോ വലിയ കാര്യം ചെയ്തു എന്നാ.